പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? രാവിലെ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ഇല്ല, ദൈവം എന്നെ മറന്നുപോയതുപോലെ തോന്നുന്നു. ഞാനും പ്രാർത്ഥിച്ചു നോക്കി, ദൈവത്തെ ദർശിക്കാൻ സാധിക്കുന്നില്ല, ദൈവ സാന്നിധ്യത്തെ അറിയാനാവുന്നില്ല. എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് വിചാരിക്കുകയാണോ നിങ്ങൾ? ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൾ ആവേശത്തോടെ പ്രാർത്ഥിച്ചന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ മുഖം നമുക്ക് മറഞ്ഞിരിക്കുന്നതായി ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. ദൈവത്തിനും എനിക്കും നടുവിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകും. ശരിയാണ്, എന്തെങ്കിലും ഒരു ചെറിയ പാപമാണെന്ന് നാം വിചാരിക്കും. അത് നമുക്ക് ദൈവത്തിൻ്റെ മുഖം മറച്ചു വെക്കും. ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞോ അതോ ചെയ്തുവോ? അങ്ങനെ നിങ്ങൾ നടന്നിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം തന്റെ മുഖത്തെ നിങ്ങളിൽ നിന്നും മറയ്ക്കും. അയ്യോ, ദൈവം തന്റെ മുഖം എനിക്ക് മറച്ചാൽ എന്റെ ജീവിതം എന്താകുമെന്ന് ചിന്തിക്കുകയാണോ? എന്താണിവിടെ പറയുന്നതെന്നറിയാമോ? യെശയ്യാ 54:8 ഇങ്ങനെ പറയുന്നു: ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു. ക്ഷണനേരമെന്നാൽ എന്താണെന്നറിയാമോ? കണ്ണടച്ചു നോക്കൂ, അത്രയുള്ളൂ. അത്രയ്ക്കേ ഞാൻ മറച്ചുകൊള്ളൂ. അപ്പോഴേക്ക് നാം ഭ്രമിച്ചു പോകുന്നു അല്ലേ? എങ്കിലും നിത്യദയയോടെ നിന്നോട് കരുണ കാണിക്കും. യഹോവയുടെ കൃപ വളരെ വലുതാണ്. നാം എന്തൊക്കെ തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും നാം ദൈവത്തെ കോപിപ്പിച്ചാൽ ഉടനെ അവൻ തന്റെ മുഖം മറയ്ക്കും. നാം ഭ്രമിക്കുന്നു അല്ലേ? അയ്യോ, ദൈവം മുഖം മറച്ചു കളഞ്ഞല്ലോ, ദൈവ സാന്നിധ്യം അറിയുന്നില്ലല്ലോ, ദൈവം തന്റെ കൂടെയുള്ളത് അറിയുന്നില്ലല്ലോ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, ദൈവമേ എന്നോട് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കാറില്ലേ? ഉടനെ നിത്യദയയോടെ ദൈവം കരുണ കാണിക്കുമത്രേ. ദൈവകൃപ വളരെ വലുതാണ്, ശാശ്വത കാലത്തോളം. കോപം വന്നാൽ ഒരു ക്ഷണം, കുറച്ചു നേരത്തേക്ക് മാത്രം. നാം ചെയ്യുന്ന ചില തെറ്റുകൾ ദൈവത്തിന് കോപമുണ്ടാക്കും. ദൈവത്തിനെ അത് സങ്കടപ്പെടുത്തുന്നു. അതിനാൽ മുഖം മറച്ചു കളയും. ഞാനത് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ണീരോടെ ദൈവത്തോട് ചെന്ന്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങയെ എന്റെ വാക്കുകളാലും നോട്ടത്താലും പ്രവൃത്തികളാലും ദുഃഖിപ്പിച്ചിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, കരുണ കാട്ടണമേ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആ തടസ്സങ്ങളൊക്കെ മാറി ദൈവം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും. മനസ്സിലൊരു വലിയ സന്തോഷമുണ്ടാകും. കാരണം ദൈവകൃപ അത്രയും വലുതാണ്. നിത്യദയയാൽ നമ്മോട് കരുണ കാണിക്കും. ദൈവം കരുണയുള്ള പിതാവാണ്. നിങ്ങളെ നോക്കി പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, ക്ഷണനേരത്തേക്കേ എന്റെ മുഖം നിന്നിൽ നിന്നും മറച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നീ പരിഭ്രമിച്ചില്ലേ? നീ തെറ്റ് മനസ്സിലാക്കണം. നീ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം എന്നതിനാണ് എന്റെ മുഖം മറച്ചു വെച്ചത്. പക്ഷേ നിന്നോടെനിക്ക് ദയയുണ്ട്. ഞാൻ എങ്ങനെ നിന്നെ മറക്കുമെന്ന് ദൈവം പറയുന്നു. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് ദർശനം തന്ന്, ദൈവ സാന്നിധ്യം കാണിച്ചു തന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ പറയൂ, യേശുവേ, ക്ഷണനേരത്തേക്ക് അങ്ങ് മുഖം മറച്ചു വെച്ചു. അതുപോലും എനിക്ക് സഹിക്കാനാവുന്നില്ല. ഞാൻ എപ്പോഴും അങ്ങയെ ദുഃഖിപ്പിക്കാത്തൊരു ജീവിതം നയിക്കാനുള്ള കൃപ തരയണമേ, കൃപ തരയണമേ, കൃപ തരയണമേ, നിത്യകൃപ എനിക്ക് തരയണമേ. ഇനി ഞാൻ അങ്ങയെ ദുഃഖിപ്പിക്കുവാൻ പാടില്ല. അങ്ങയുടെ സാന്നിധ്യത്തെ എപ്പോഴും അറിയുന്ന വിധം ജീവിക്കാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ